അസ്സലാമു അലൈക്കും. അവസാനം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു. യാതൊരു കാരണവുമില്ലാതെ ലോകനീതി പോലും നഷ്ടപ്പെട്ട, ഒരു മര്യാദയും പുലർത്താത്ത ഇസ്രായേൽ രാജ്യം തൊട്ടടുത്തുള്ള മിക്ക രാജ്യങ്ങളെയും അവരാക്രമിച്ചു. ഇറാനെ ആക്രമിച്ചു, സിറിയയെ ആക്രമിച്ചു, ഇറാഖിനെ ആക്രമിച്ചു, യമനിലെ ആക്രമിച്ചു, അവസാനം ഖത്തറിനെയും ആക്രമിച്ചിരിക്കുന്നു. ഖത്തറിന്റെ തലസ്ഥാനം ബോംബിട്ട് തകർത്തിരിക്കുന്നു ഇസ്രായേൽ. അമേരിക്കയുടെ സീമന്തപുത്രൻ, അമേരിക്കയുടെ എല്ലാവിധമായ ഒത്താശയോടുകൂടി ഖത്തർ ഗവൺമെന്റിനെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഈ ആക്രമണത്തിന് മുഴുവൻ സഹായവും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ്. ഫലത്തിൽ ഇസ്രായേൽ അല്ല, അമേരിക്കയാണ് ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നത്. ഖത്തർ എന്ന രാജ്യം ലോക ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടി ലോകത്തുള്ള ജനങ്ങളെയെല്ലാം ഒന്നായി കണ്ട രാജ്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും അന്നം നൽകുന്ന രാജ്യം, ഏറ്റവും സമാധാനമുള്ള ഖത്തർ നിവാസികളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും പലസ്തീനിലെ ഗാസയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച രാജ്യമാണ് ഖത്തർ. അതുപോലെ തന്നെ വിശക്കുന്നവന് അന്നം നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഖത്തർ. അതുപോലെ തന്നെ ലോകത്ത് സമാധാനം പുലരാൻ വേണ്ടി ഇസ്രായേലുമായി സന്ധി സംഭാഷണത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഖത്തർ. അങ്ങനെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മര്യാദയുടെ എല്ലാ പടവുകളും കൈയിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നല്ല രാജ്യത്തെ ഈ തെമ്മാടി രാജ്യം അമേരിക്കയുടെ ഒത്തയാശയോടുകൂടി ആക്രമിച്ചിരിക്കുന്നു എന്ന ആ ചതി ഇവിടെ നാം കണ്ട് മനസ്സിലാക്കണം. ആയതിനാൽ ഖത്തറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്ത് സമാധാനം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോക രാജ്യങ്ങളിൽ യുദ്ധം കൊണ്ട് ഒന്നും നേടാനില്ല, സമാധാനം കൊണ്ട് മാത്രമേ നേടുകയുള്ളൂ എന്ന സന്ദേശം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രചരിപ്പിക്കുവാൻ മുസ്ലിങ്ങൾ മുന്നോട്ട് വരണം.